ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിക്സ് മാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാമ്പമരത്തിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഉണ്ടായ ഒരു ചാമ്പമരമാണ്. നിറയെ ചാമ്പുണ്ടാവും. തായ്ലാൻഡ് ചാമ്പ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ വേനലിൽ ഉണ്ടാകുമ്പോൾ നല്ല മധുരം, മഴക്കാലത്ത് മധുരം കുറയും. സാധാരണ ചാമ്പ പോലെ തന്നെയാണ്, ഉള്ളിൽ പുഴു ഉണ്ടാവും മഴക്കാലങ്ങളിൽ. അപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ ചേഞ്ചായില്ലേ, മാറിയതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പുഴു വരൽ തുടങ്ങിട്ടോ. പക്ഷെ അതിന് മുന്നേ കിട്ടുകയാണെങ്കിൽ, മഴ വരുന്നതിന് മുന്നേ നമുക്ക് കിട്ടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റോടെ നല്ല മധുരമാണ്. അപ്പോൾ അതേപോലെ ഫസ്റ്റിലുള്ള ആ ചാമ്പ, നമ്മുടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ചാമ്പ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഫസ്റ്റിൽ ഉണ്ടാവുന്നതിന്. പിന്നെ രണ്ടാമത് ഇങ്ങനെ ആയി വരുമ്പോൾ പിന്നെ മഴക്കാവും, അങ്ങനെ അതിൽ പുഴുവെന്നറിയും. അപ്പോൾ പൊട്ടിക്കുമ്പോൾ, ചാമ്പ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ അതുണ്ടല്ലോ ചെറിയൊരു പഴുപ്പിലെടുക്കുക. അപ്പം പുഴുശല്യം കുറയും. അധികം പഴുക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറാവും, കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിരിക്കും. പക്ഷെ അത് അധികം പാകമാണ് മുന്നേ തന്നെ പറിച്ച് പുഴു വരുന്നതുകൊണ്ടേ, അതുകൊണ്ടാണ് ഈ ടൈമിൽ പറിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലും വലുതാവും ചെയ്യും. ഈ ഫ്രൂട്ടിൽ വിത്തില്ലാത്തതുകൊണ്ട് നമുക്ക് കമ്പ് വെച്ചിട്ട് തന്നെ തൈ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഒരു കമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കാം. അതുപോലെ തന്നെ മൂത്ത കമ്പൊക്കെ ആണെങ്കിൽ എയർ ലെയറിങ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് കമ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത് 1 വർഷമായുള്ള ഒരു പ്ലാന്റാണ്. ഇത് രണ്ടെണ്ണം 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി നടേണ്ട ടൈമായിട്ടോ. ഇത് 3 വർഷമായി ഇപ്പോൾ നട്ടിട്ട്. ആ പ്ലാന്റാണ് കേട്ടോ ഇത്. 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവും. പഴുത്ത് തുടങ്ങി കണ്ടോ, ഫ്രൂട്ടുകളൊക്കെ നിറയെ എല്ലാ കമ്പുകളിലും വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചാമ്പൊക്കെ വളർത്തുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കുക. ചാമ്പൊക്കെ നല്ല സൈസ് ആവണ ഒരു ചാമ്പയാണ്, നല്ല വലിപ്പം കൂടും. പക്ഷേ ഈ പുഴുശല്യം കാരണമാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം. അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.